നോമ്പ് രണ്ടാം വെള്ളി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ അധികാരം. എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ്, നിങ്ങളത് കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദേവാലയം ശുദ്ധീകരിച്ചു. ഇതിൽ കോപാക്രാന്തരായ ഫരിസേയർ അവനോട്, എന്തധികാരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വാക്യം 17 തന്നെയാണ് ഒന്നാമത്തെ ഉത്തരം. യേശു തന്നെ പറയുന്നു, ഞാൻ ഒന്നും തന്നെ സ്വമേധയാ ചെയ്യുന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ദേവാലയം ശുദ്ധീകരിക്കുക എന്നത് ദൈവിക പ്രവൃത്തിയാണ്, അത് ദൈവഹിതമാണ്. ദൈവം തന്നെ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദത്തിൽ കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തായിരിക്കുക. എന്നാൽ ഇതിനേക്കാൾ അധികമായി ഒരു അധികാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പ്രതിയോഗികളെ യേശു നേരിടുന്നത്. തൻ്റെ അധികാരം എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ നോട്ടത്തിൽ പ്രസക്തിയില്ലെന്ന് തോന്നുന്ന ഒരു മറുചോദ്യമാണ് യേശു ഉന്നയിച്ചത്. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം ദൈവത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ? ദൈവത്തിൽ നിന്ന് എന്ന ഉത്തരമാണ് യഥാർത്ഥം എന്നവർക്കറിയാം. അതേറ്റു പറഞ്ഞാൽ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന അവൻ്റെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ യേശുവിൻ്റെ അധികാരത്തിന് മതിയായ തെളിവാകും. ഉത്തരമുട്ടിയ അവർ ഒഴിഞ്ഞുമാറി. അവസാനമായി, നിങ്ങളിൽ ആർക്ക് എൻ്റെ മേൽ പാപം ആരോപിക്കാൻ കഴിയും എന്ന ചോദ്യം തന്നെ അവൻ്റെ അധികാരത്തിൻ്റെ ന്യായമാണ്. പാപം ചെയ്യാത്തവൻ്റെ ശിരസ് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. അവൻ്റെ ജീവിതത്തിന് ഒരു ആധികാരികതയുണ്ട്. ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ പുഴുക്കുത്തുകൾ തുടച്ചു നീക്കുവാനുള്ള കടമ വിശുദ്ധ ജീവൻ നയിക്കുന്നവർക്കുള്ളതാണ്. ദേവാലയ ശുദ്ധീകരണത്തിനുള്ള യേശുവിൻ്റെ ആധികാരികതയും ഈ വിശുദ്ധ ജീവിതം തന്നെയാണ്.